ഈ കാണുന്നതാണ് ജബലുസ്സൗർ. നമ്മളെ നേരെ മുമ്പിലുള്ളതാണ് ജബലുസ്സൗർ. സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ പോവുകയും ഈ പർവ്വതത്തിൽ അഭയം തേടുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെലന്തി വല കെട്ടിയതും മാടപ്രാവ് അടയിരുന്ന സംഭവങ്ങളൊക്കെ ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസമാണ് ജബലുസ്സൗറിൻ്റെ മുകളിൽ ഇരുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ വരികയും ദിവസവും വാർത്തയുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ വന്ന് വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം എല്ലാ വാർത്തകളും എല്ലാ അന്വേഷണങ്ങളും അവസാനിച്ചു എന്നറിഞ്ഞപ്പോൾ 3 ദിവസം പൂർത്തിയായപ്പോൾ നിബിതങ്ങൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോകുന്ന വേളയിൽ ഇരുന്ന പർവ്വതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ ഇദ്ഹുമാ ഫിൽ ഗാർ എന്ന് പറഞ്ഞ് പരാമർശിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ കഥ പറയുന്ന ഒരു പർവ്വതം കൂടിയാണ് ജബലുസ്സൗർ.